ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എക്സാം സ്റ്റഡി ഹബ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് അല്ലേ ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എന്താണ് ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്, പെർമിറ്റിവിറ്റി, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കി ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് തുടക്കം തന്നെ അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ്, അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതായത് നമ്മുടെ ബോഡി, അതായത് ഇഫ് ദ ചാർജ് ഇൻ എ ബോഡി ഡസ് നോട്ട് മൂവ് അല്ലേ, ദെൻ ദ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഈസ് നോൺ as, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, ആ ഒരു ബ്രാഞ്ചിന് നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാം. പഠിച്ചിട്ടുള്ളതല്ലേ. പിന്നെ PSCക്ക് ഒരു ഇഷ്ടമുള്ള ഒരു ഏരിയ ഉണ്ട്, ചാർജ്, ഇലക്ട്രിക്കൽ ചാർജ് എന്താണ് കേട്ടോ. അതായത് കുറേ നാളുകൾക്ക് മുമ്പ് റിപ്പീറ്റഡായി ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇലക്ട്രിക്കൽ ചാർജ് ഏത് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റിയാണ്, അറിഞ്ഞിരിക്കുക, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ അതിനൊരു വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അതായത് 1.6 × 10⁻⁻19 കൊളുംബ്. പിന്നെ യൂണിറ്റ്, അതായത് SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൊളുംബാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ആംബിയർ ഇൻറ്റു സെക്കൻഡ് ആണ് നമുക്ക് എന്താണ് SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ 2 ടൈപ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ലോസ്, അവിടെയാണ് നമുക്ക് ഇവിടെ തുടങ്ങുന്നത് അല്ലേ. ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താ ലോസ് മെയിനായിട്ട് വരുന്നത്, കൊളൂംസ് ലോ അല്ലേ. കൊളൂംസ് ലോ പഠിച്ചിട്ടില്ലേ. അതായത് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 point charges rest is directly proportion to the product of charges and inversely proportion to the square of distance between them. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് അറിഞ്ഞാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് ആണ് നമ്മുടെ കൊളൂംസ് ലോ. അതായത് F is directly proportion to Q1 Q2 by R square. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ F = നമുക്ക് എങ്ങനെ എഴുതാം, K × Q1 Q2 by R square. അതായത് K എന്ന് പറയുന്നത് നമ്മുടെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. അതാണ് ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന കേസ് അവിടെ വന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കി വെക്കുക. പെർമിറ്റിവിറ്റി, അതായത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ 8.85 × 10⁻⁻12. എന്തിനാണത് പറയുന്നത് പറഞ്ഞാൽ ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. പിന്നെ വരുന്നത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് എന്താണ്, ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്. ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ, വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ. നമ്മൾ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ അതിനകത്ത് ഇലക്ട്രിക്കൽ, അതായത് റിലക്റ്റൻസ്, ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ പഠിച്ചില്ലേ. അതായത് ടേംസ് റിലേറ്റഡ് ടു മാഗ്നറ്റിസം എന്ന് പറഞ്ഞ് പഠിച്ച പോലെ തന്നെ ഇവിടെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഇലക്ട്രിക്കൽ ഫീൽഡ്. അതുപോലെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ യൂണിറ്റുകൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അത് എന്ത് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റിയാണ്, അതായത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ. അതായത് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്ന് പറയുന്നതൊക്കെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ്, അതായത് പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ലൈൻസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിക്കൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ചാർട്ട് അല്ലെങ്കിൽ ഡൈവേർജ് ഔട്ട് എങ്ങനെയാണ്, പോസിറ്റീവ് ചാർജ് ചെയ്യുന്ന അല്ലേ, ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓർ കൺവേർജ് ടു നെഗറ്റീവ് ചാർജ് ആണ്. അതായത് കുറച്ച് പ്രോപ്പർട്ടീസുകളൊക്കെ ഉണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഞാനപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു അടുത്ത ക്ലാസ്സിൽ അത് വെച്ച് ഡിസ്കസ് ചെയ്ത് തരാം കേട്ടോ. ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് ഉണ്ട്, ഫ്ലക്സ് എന്താണ്, ഗോസ് ലോ എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. പിന്നെ വരുന്നത് നമ്മളുടെ പൊട്ടൻഷ്യൽ ആണ് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക, വർക്ക് ഡൺ ബൈ ചാർജ് തന്നെയാണ്. അതൊരു അതിൻ്റെ യൂണിറ്റ് വോൾട്ട് തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടുത്തെ ബേസിക് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് 2 charges
when separation between these charges is increased എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു ചാർജസ് തന്നിട്ടുണ്ട്. അത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ചാർജസ് ഈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ് തന്നിട്ടുണ്ട്. അതായത് U = 1/4π0 ഇൻറ്റു Q1 Q2 R ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, അതായത് രണ്ട് ചാർജസ് ഉണ്ട് അല്ലേ. നമുക്കറിയാം Q1 Q2 എന്ന് രണ്ട് ചാർജസ് ഉണ്ട്. അപ്പോൾ രണ്ട് ചാർജും ആദ്യം ഞാൻ എടുക്കുകയാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ട് ചാർജും പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കും, അത് ഡിക്രീസ് ആവും അല്ലേ. നോക്കിയേ, കാരണം എന്താ സംഭവിച്ചത്, നമ്മളുടെ R ഇൻക്രീസ് ആകും. രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ R ഇൻക്രീസ് ആകുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കും, അത് ഡിക്രീസ് ആകും. ഓക്കെ, ക്ലിയർ ആയില്ലേ. ചാർജ് രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം നമ്മളോട് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ രണ്ട് ചാർജസും പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മളുടെ R എന്ത് ചെയ്യും, R എന്ത് ചെയ്യും, അതായത് ഇപ്പോൾ അറിഞ്ഞിരിക്കുക, ഇവിടെ തന്നിട്ടുള്ള U എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. Q1ഉം Q2 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ആണ്. R എന്ന് പറയുന്നത് സെപ്പറേഷൻ അല്ലേ, സെപ്പറേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന, ആ രണ്ട് ചാർജുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. 1/4πε0 എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് വാല്യൂ K ആണ് അല്ലേ. Kനെയാണ് 1/4πε0 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ചാർജുകൾ പോസിറ്റീവ് ആകുമ്പോൾ R ഇൻക്രീസ് ചെയ്യും, പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കേസ്. രണ്ടാമത്തെ കേസ് നോക്കിയേ, രണ്ട് ചാർജുകൾ നെഗറ്റീവ് ആകുമ്പോൾ R ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, U നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കും, അത് ഡിക്രീസ് ആകുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസുകൾ, അതായത് രണ്ട് ചാർജും ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ, നോട്ട് ചെയ്യുക, രണ്ട് ചാർജും എന്താണ് ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി യുവിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകും കേട്ടോ. നോട്ട് ചെയ്യുക, ബോത്ത് ചാർജസ് ആർ ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ, രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ നമ്മൾക്ക് യുവിന് എന്ത് സംഭവിക്കും, യുവിന് എന്ത് സംഭവിക്കും പറഞ്ഞാൽ യു നെഗറ്റീവ് ആകും. യു എന്താകും, നെഗറ്റീവ് ആകുന്ന കേസിൽ R എന്ത് സംഭവിക്കും, R ഇൻക്രീസ് ചെയ്യും. R ഇൻക്രീസ് ചെയ്യും. അപ്പോൾ യുവിന് എന്ത് സംഭവിക്കും, യു ഡിക്രീസ് ആകും ഒരു കേസ്. പിന്നെ ഒരു കേസ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് യു ഇൻക്രീസ് ആവുന്നത്, അതായത് നമുക്ക് എന്ത് സംഭവിക്കാം, ഇറ്റ് മേ ബി ഇൻക്രീസ്, അല്ലെങ്കിൽ എന്താണ് ഡിക്രീസ് ആവാം അല്ലേ. അടുത്ത എന്താണ്, യു ഇൻക്രീസ് ആവുന്ന ഒരു കേസ് എടുക്കുമ്പോൾ, യു ഇൻക്രീസ് ആവുന്ന ഒരു കേസ് ഇറ്റ് മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ്. എങ്ങനെയാണ്, ഡിപ്പെൻഡ് അപ്പോൺ ദ സൈൻ ഓഫ് ചേഞ്ചസ്. അതായത് നമ്മളിപ്പോൾ രണ്ട് കേസുകൾ പറഞ്ഞു, ചാർജുകൾ പോസിറ്റീവ് ആവുമ്പോൾ ഡിക്രീസ് ആവാം, ചാർജ് നെഗറ്റീവ് ആവുമ്പോഴും എന്താണ് ഡിക്രീസ് ആവാൻ പറയും. പക്ഷേ രണ്ട് ചാർജസ് ഓപ്പോസിറ്റ് സൈനുകളുടെ കേസിലാകുമ്പോൾ, അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് സൈനിൻ്റെ കേസ് ആകുമ്പോൾ അവിടുത്തെ സെപ്പറേഷൻ മേ ബി ഇൻക്രീസ് ദ സെപ്പറേഷൻ, ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി വിൽ ഇൻക്രീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ ചാർജസ് ഓഫ് ഓപ്പോസിറ്റ് സൈൻ ദ പൊട്ടൻഷ്യൽ യു ഈസ് നെഗറ്റീവ്, ദ സെപ്പറേഷൻ എന്താ സംഭവിക്കുന്നത്, R ഇൻക്രീസ് ആകുമ്പോൾ യു ഡിക്രീസ് ആകും. ബിക്കെയിം ലെസ് നെഗറ്റീവ് ആണെങ്കിൽ വിച്ച് മീൻസ് പൊട്ടൻഷ്യൽ എനർജി യു എന്താണ് ഇൻക്രീസ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഒന്നുമില്ലെങ്കിൽ അത് ഇൻക്രീസ് അല്ലെങ്കിൽ എന്താണ് ഡിക്രീസ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു ചാർജസ് വെൻ സെപ്പറേറ്റ് ബിറ്റ്വീൻ ദീസ് ചാർജസ് ഈസ് ഇൻക്രീസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഒന്നുമില്ലെങ്കിൽ എന്താണ് ഇൻക്രീസ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഡിക്രീസ് ആവാമെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is false regarding electrical field lines? ഞാൻ പറഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് നോക്കണം എന്നുള്ളത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫാൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ട്രൂ അല്ല, ഫാൾസ് ആണ്. എന്തിനെ റിഗാർഡ് ചെയ്തിട്ട്, ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് റിഗാർഡ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിട്ടുള്ളത് ഏതാണ് ഫാൾസ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതെന്താണ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഈ ഒരു പറഞ്ഞ കാര്യം എന്താ, കറക്റ്റാണ്. അടുത്ത നോക്കിയേ, ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റഡ് ഓൺ പോസിറ്റീവ് ചാർജസ് ആൻഡ് ടെർമിനേറ്റ് ഓൺ നെഗറ്റീവ് ചാർജസ്. അതായത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്,
സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ഡൈവേർജ് ഔട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? പോസിറ്റീവ് ചാർജിലൂടെയാണ് അല്ലേ? പിന്നെ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? എൻഡ് അല്ലെങ്കിൽ കൺവേർജ് ഓൺ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ് ഇൻ ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് റിഗാർഡഡ് ആയിട്ട്. അടുത്ത നോക്കിയത് നമ്പർ ഓഫ് ലൈൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ അല്ലേ? അതായത് നമ്പർ ഓഫ് ലൈൻസ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഈസ് പ്രൊപ്പോർഷൻ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആണ്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അടുത്തത് നോക്കിയേ, ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് ആണ്. പക്ഷെ ഇവിടെ എന്താ ഫോം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതല്ലേ റോങ് സ്റ്റേറ്റ്മെൻറ്റ്? നോക്കിയേ, ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്, ദേ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓൺ ചാർജസ് ഓർ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസ് റിഗാർഡഡ് ആയിട്ടുള്ള ഓപ്ഷൻ 4 ആണ് ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് പറഞ്ഞിരിക്കുക. ഒരു 7-8 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ദ ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു കണ്ടക്ടർ എന്താണ് നമ്മളൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിനകത്തുള്ള ഫീൽഡിന് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റാറ്റിക് കണ്ടീഷൻ്റെ കേസിലെടുക്കുമ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഒരു സ്റ്റാറ്റിക് കണ്ടീഷനിൽ എ കണ്ടക്ടർ ഈസ് എങ്ങനെയാണ്? ന്യൂട്രൽ അല്ലെങ്കിൽ എന്താണ്? ചാർജ്ഡ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഏത് രീതിയിലായിരിക്കും? ഇറ്റ് വിൽ ബി 0. അതൊരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസിൽ പെടുന്ന കേസാണ് അല്ലേ? അപ്പോൾ ഒരു സ്റ്റാറ്റിക് കണ്ടീഷനിൽ അല്ലെങ്കിൽ എന്താണ്? ന്യൂട്രൽ അല്ലേ? പിന്നെ കണ്ടക്ടർ ഈസ് ന്യൂട്രൽ അല്ലെങ്കിൽ എന്താണ്? ചാർജ്ഡ് ആവുന്ന സമയത്ത് ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് 0 എനിവേർ തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. കാണുന്നില്ലേ? ഞാൻ ഈ ഒരു ഇതാണ് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഓർത്താൽ മതി. അത് ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമുക്കറിയാം. പിന്നെ വേറൊരു കേസ് എടുത്താൽ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടക്ടറിനകത്ത് എന്തുണ്ട്? നമ്മൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ കണ്ടക്ടറിൽ എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ വിച്ച് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് എക്സ്പീരിയൻസ്, അവിടെ എന്താണ്? ഒരു ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇൻസൈഡ് ദ കണ്ടക്ടർ ദ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ദംസെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഫൈനൽ ഇലക്ട്രിക്കൽ ഫീൽഡ് അറ്റ് ആൾ പോയിന്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ് 0. അങ്ങനെയും നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ 2 രീതിയിൽ നമുക്കിതിനെ പറയാം. ആൻസർ വന്നിട്ട് ഓപ്ഷൻ 3, അതായത് 0 ആണ്. അപ്പോൾ ഒരു സ്റ്റാറ്റിക് കണ്ടീഷനിൽ കണ്ടക്ടർ എങ്ങനെയാണ്? ന്യൂട്രൽ അല്ലെങ്കിൽ എന്താണ്? ചാർജ്ഡ് ആണെങ്കിൽ കൂടി ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 0 ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത്, ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഈസ് എ ഡാഷ് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് എ ഡാഷ് ഫീൽഡ്. ഞാൻ പറഞ്ഞു ഓരോന്നും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ? അപ്പോൾ ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അതുപോലെ അതിൻ്റെ യൂണിറ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതിൻ്റെ ഫോർമുലയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫ്ലക്സിൻ്റെ ഫോർമുല പിന്നെ നോക്കി, അതാണ് EA cos θ. അതാണ് അതിൻ്റെ ഫോർമുല അവിടെ തന്നിട്ടുണ്ട്, നോട്ട് ചെയ്തോ. അതിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ഫോർമുലയും ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻ അസോസിയേറ്റഡ് വിത്ത് ആൻ ഏരിയ എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഈസ് എന്താണ്? സ്കെയിലാർ ഫീൽഡാണ്. അതുപോലെ ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അതിൻ്റെ യൂണിറ്റുകൾ പഠിക്കുക, യൂണിറ്റുകൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഫോർമുലയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, മറന്നു പോകരുത്. ഇലക്ട്രിക്കൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. Next question, the force between two charges is 200 Newton. If the distance between the charge is double, the force will be എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കൊളൂംസ് ലോ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് നമ്മൾ പ്രോബ്ലം വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നില്ലേ? F = K × Q1 Q2 /R². അതായത് നമ്മുടെ കൊളൂംസ് ലോ ആണിത് അല്ലേ? കൊളൂംസ് ലോ ആണ്. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് 200 ന്യൂട്ടൺ. അതായത് F1 എന്ന് കൺസിഡർ ചെയ്യൂ. F1 = എന്താ?
Q1 Q2 അതായത് ഇത് എന്ന് പറയുന്നത് ഇത് ഞാൻ F1 ആയി എടുക്കുകയാണേ. F1 എന്ന് പറയുന്നത് എത്രയാണ്? 200 ന്യൂട്ടൺ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്ത കേസ് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് ഈസ് ഡബിൾഡ്. അപ്പോൾ ഞാൻ എന്താ എടുക്കുന്നത്? R2 എടുക്കാം. R2 ഈക്വൽ ടു എന്തായി? 2R1 എന്ന കേസിലോട്ട് ഞാൻ വരികയാണ് കേട്ടോ. R2 ഈക്വൽ ടു എന്താണ്? 2R1 എന്ന കേസിൽ എടുക്കുക. F1 ഈക്വൽ ടു എന്താണ്? 200 ന്യൂട്ടൺ എന്ന് പറയുകയാണെങ്കിൽ പുതിയ ചാർജ് F2 ഈക്വൽ ടു എന്തായിരിക്കും? F2 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? F2 ഈക്വൽ ടു എന്തെഴുതാം? K ഇൻറ്റു Q1 Q2 അല്ലേ? K ഇൻറ്റു Q1 Q2 ബൈ R2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ R2 എന്ന് പറയുന്നത് എന്താണ്? 2R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഇതിനകത്ത് ഈ R2ൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2R1 ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? K ഇൻറ്റു എന്താ വരിക അവിടെ? Q1 Q2 അല്ലേ? Q1 Q2 ബൈ 2R1 സ്ക്വയർ എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1/4 ഇൻറ്റു 200 എന്ന് വരും. അതായത് ഈ K ഇൻറ്റു Q1 Q2 ബൈ R1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? F1 അല്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 50 ന്യൂട്ടൺ. അങ്ങനെയും ചെയ്യാം കേട്ടോ. തന്നിട്ടുണ്ട്, ജസ്റ്റ് എന്താണ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ 50 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതായത് F2 ഈക്വൽ ടു F1 ഇൻറ്റു R1 ബൈ R2 സ്ക്വയർ എന്നാണ് ഇവിടെയൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. അപ്പോൾ നമുക്ക് F1 എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ R2 എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ദ ചാർജസ് ആണ് അല്ലേ? ഡിസ്റ്റൻസ് പറയുന്നത് 2R1 ആണ്. അപ്പോൾ F2ന് ഞാൻ K ഇൻറ്റു Q1 Q2 ബൈ R2 സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. R2ൻ്റെ അവിടെ എന്താണ്? 2R1 സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 ന്യൂട്ടൺ ആണ്. ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട് ക്യാരിങ് സം കറന്റ് ബിറ്റ്വീൻ ദോസ് ടു പോയിന്റ്? ഇനി എന്താണ് പറയുന്നത് തന്നെയാണ്. അതായത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അതായത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് തന്നിട്ടുണ്ട്. ഇവിടെ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് വിൽ ബി എന്താണ്? നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ചോദിക്കാം കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് W/Q ആണ്. മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ എന്താണ്? ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ എ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ക്യാരിങ് സം കറന്റ് ബിറ്റ്വീൻ ദോസ് പോയിന്റിനെ നമുക്ക് എന്താ പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പഠിക്കുമ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ ബൈ ചാർജ് തന്നെയാണ്. അതായത് അതിൻ്റെ യൂണിറ്റ് പറയുന്നത് വോൾട്ടാണ്. 1 വോൾട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ കൊളൂം ആണ്. അതുകൂടാതെ എന്താണ്? അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ V ക്യാൻ ബി ഒന്നുമില്ലെങ്കിൽ എന്താണ്? പോസിറ്റീവ്, നെഗറ്റീവ്, അല്ലെങ്കിൽ എന്താണ്? 0 അല്ലേ? അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ചെറിയ കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി നോട്ട് ചെയ്ത് പോവുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ ഈസ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഇലക്ട്രിക്കൽ ഫീൽഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കണ്ടത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്താണ്? പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആസ് ദ ഓഫ് ദി സർഫസ് ആണ്. എന്തായിരിക്കും? സെയിം ആസ് ദാറ്റ് ഓൺ ദി സർഫസ് ആണ്. അപ്പം നോക്കിയത് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്ഫിയർ. എപ്പോഴും നോക്കിയാൽ ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക്കൽ ഫീൽഡ് മാറിപ്പോകരുത് കേട്ടോ. ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്ഫിയർ എപ്പോഴും എന്താണ്? 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ അറ്റ് ദ വാല്യൂ ഇറ്റ് റീച്ചസ് ദ സർഫസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ ഈസ് സെയിം ആസ് ദാറ്റ് ഓൺ ദി സർഫസ് ആണ് കറക്റ്റ് ആൻസർ. Then next question, the unit of dielectric strength is given by. Dielectric strength ന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ dielectric strength എന്ന് പറഞ്ഞാൽ എന്താണ്? measure of the maximum electrical field a material can withstand before
ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. പലപ്പോഴും കേട്ടിട്ടില്ല ഇവനെ അതായത് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ മെഷർ ഓഫ് ദി മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ബിഫോർ ദ ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ് കേട്ടോ. വോൾട്ട് പെർ അതിൻ്റെ തിക്നെസ്, അതായത് യൂണിറ്റ് തിക്നെസ്, അതായത് മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. വോൾട്ട് പെർ മീറ്റർ ആണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കിലോ വോൾട്ട് പെർ മീറ്റർ എന്ന് തന്നാലും അതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതാണ് എന്താണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് എ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക്കൽ ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്, അതാണ് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതായത് ന്യൂട്ടൺ പെർ കൂളൂം ആണ് അതിൻ്റെ യൂണിറ്റ്. ന്യൂട്ടൺ പെർ കൂളൂം, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമുല ഒന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഇവിടെ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ്, അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ, ഇതുപോലെ അതിൻ്റെ ഫോർമുലാസ്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ നമുക്ക് കൂടുതലായിട്ടും കാണാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. Next question, a dielectric material is placed in vacuum in a uniform electrical field E equal to 4 volt per meter. തന്നിട്ടുണ്ട്. What is the electrical field inside the material if the relative permittivity of a dielectric material is 2 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെന്താ തന്നിട്ടുള്ളത്, dielectric material is placed in vacuum in a uniform electrical field E എന്ന് പറയുന്നത് 4 എന്നാണ് തന്നിട്ടുള്ളത്. അതായത് E നോട്ട് എന്ന് പറയുന്നത് ഫോർമുല നോക്കിയേ, അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇ നോട്ട് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്, യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഫീൽഡാണ് തന്നിട്ടുള്ളത് 4 വോൾട്ട് പെർ മീറ്റർ. അതുപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 2 എന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇ ഈക്വൽ ടു എന്തായിരിക്കും, എപ്സിലോ, അതായത് ഇ നോട്ട് ബൈ എപ്സിലോൺ ആർ ചെയ്താൽ മതി അല്ലേ. അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻസൈഡ് എ ലീനിയർ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇ എന്ന് പറയുന്നത് എന്താണ്, എപ്സിലോൺ നോട്ട് ബൈ എപ്സിലോൺ ആർ ആണ്. ഫോർമുല കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലേക്ക് എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആണ് തന്നിട്ടുള്ളത്, അതായത് 4/2. അപ്പോൾ 2 വോൾട്ട് പെർ മീറ്റർ, ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ, then next question, electric intensity at any point in an electrical field is equal to the dash at the point എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായിരിക്കും, electric intensity at any point in an electrical field is equal to ഇതാ വരുന്നത് നമുക്ക്, electrical intensity or electrical field strength at any point in an electrical field is defined as the force experienced per unit positive charge ആണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അതാണ്. പക്ഷെ അതെന്താണ്, ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി എന്തിന് ഈക്വൽ ആണ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിന് ഈക്വൽ ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ആര് മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ്. പക്ഷേ ശരിക്കും ഉള്ള എക്സ്പ്രഷൻ ചിലപ്പോൾ നമ്മളടുത്ത് ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 2 ആൾക്കാരും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്, അതായത് ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി ഓർ ഇലക്ട്രിക്കൽ ഫീൽഡ് സ്ട്രെങ്ത് at any point in a electrical field is defined as എന്താണ്, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദ പോയിന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഓപ്ഷനിൽ ഏതാണ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകേണ്ട കാര്യം, ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ കവർ ചെയ്ത് നന്നായി പഠിക്കേണ്ട ഏരിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നോക്കുക, അതായത് കൂളൂംസ് ലോ നോക്കുക, അതുപോലെ ഇലക്ട്രിക്കൽ ഫ്ലക്സ്, അതുപോലെ അതിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ് ലൈൻസിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് നോക്കി പോവുക, ഇലക്ട്രിക്കൽ ഫ്ലക്സിൻ്റെ യൂണിറ്റുകൾ പഠിച്ചു പോവുക, അതെന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫോർമുല നോക്കുക. പിന്നെ നോക്കേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ്, പൊട്ടൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അതിൻ്റെയൊക്കെ യൂണിറ്റ്സ് ആണ് കൂടുതലായിട്ടും നോക്കുക, യൂണിറ്റ് ഫോർമുല എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പോവുക. കൂളൂംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഈ ഒരു ഏരിയ കവർ ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം. ഓക്കെ,
Thank you for watching the video.